ശ്യാം, അങ്ങനെ 41 ദിവസം നീണ്ടു നിൽക്കുന്ന തീർത്ഥാടന കാലഘട്ടത്തിന് പരിസമാപ്തി കുറിക്കുന്ന ചടങ്ങുകളിലേക്ക് സന്നിധാനം എത്തിയിരിക്കുന്നു. ആ പരിസമാപ്തി കുറിക്കുന്ന ചടങ്ങുകൾ ഏറ്റവും സുപ്രധാനമാണ് തങ്കയങ്കി ഘോഷയാത്ര അങ്ങനെ സന്നിധാനത്തേക്ക് എത്തുക എന്നത്. ആ സന്നിധാനത്തേക്ക് ആ ഘോഷയാത്ര കടന്നു വന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഉച്ച മുതലുള്ള ഭക്തരുടെ കാത്തിരിപ്പാണ് ഘോഷയാത്ര സന്നിധാനത്തേക്ക് കടന്നു വരുന്നത്. കാരണം ഉച്ച മുതൽ ഭക്തരെ ഇവിടേക്ക് പ്രവേശിപ്പിക്കുന്നുണ്ടായിരുന്നില്ല. വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ഈ ദീപാരാധനയ്ക്ക് ശേഷം മാത്രമേ ഭക്തർക്ക് ഇനിയിപ്പോൾ സന്നിധാനത്തേക്ക് പ്രവേശനമുള്ളൂ. അത്തരത്തിൽ വലിയ നിയന്ത്രണങ്ങൾ ഉച്ച മുതൽ ഏർപ്പെടുത്തിയിരുന്നു. അങ്ങനെ തീർത്ഥാടന കാലഘട്ടം അതിന്റെ പരിസമാപ്തിയിലേക്ക് എത്തുന്ന ആ ചടങ്ങുകളിലേക്ക് സന്നിധാനം കടന്നിരിക്കുന്നു. ശ്യാമ, ഇപ്പോൾ ശ്രീലകത്തേക്ക് തിരുവാഭരണ പേടകങ്ങൾ തങ്കയങ്കി പേടകം ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. സന്നിധാനത്ത് ദീപാരാധനയ്ക്കുള്ള ചടങ്ങുകൾ നടക്കുകയാണ്. ആ ചടങ്ങുകളിലേക്ക് കൂടി പോകാം.